ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളന്റെ ആറ്റിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോക്കാം എന്ത് എനർജിയിലാണ് എന്ന് നിങ്ങളുള്ളതെന്ന് നോക്കാം. വിക്ടിം, ജോയ്, റിന്യൂവൽ, റിക്കവറി, റിക്കറി, ഇംപേഷ്യൻസ് ആണ് വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് ഇമ്പാർഷ്യാലിറ്റി ആണ്. ഇതില് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന കാർഡ് വിക്ടിമാണ്. അപ്പൊ ഒരു വിക്ടിം മെന്റാലിറ്റി എന്ന് പറയുമല്ലോ, നമ്മള് ചെയ്തതൊക്കെ തെറ്റായി പോയി, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആയിപ്പോയി, ഞാൻ അങ്ങനെ ആയിപ്പോയി, എന്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി, അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ്. നിങ്ങളുടെ ഒരുപാട് സാധ്യതകളും കഴിവും ശക്തിയും ഒക്കെ ഉണ്ടെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരുടെ എനർജി. ഇതില് ഒരു ഓക്ക് മരത്തിന്റെ വിത്താണ് അത്. അപ്പൊ അതില് ഓക്ക് മരം എന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു വൃക്ഷമാണ് കേട്ടോ ഓക്ക്. അപ്പൊ ആ മരത്തിന്റെ വിത്താണ്, ആ വിത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിങ്ങളാണ്. അപ്പൊ നിങ്ങളത് പുറത്തു വന്നാൽ മാത്രമല്ലേ അത് വൃക്ഷമാവാൻ പറ്റുള്ളൂ. അപ്പോ അത് നിങ്ങൾക്കത് പുറത്തു വരാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിലുള്ള വിഷമം, പാസ്റ്റിൽ ചെയ്തു പോയതിന്റെ ഒരു സങ്കടം, അല്ലെങ്കിൽ ഞാൻ എന്നും ഇങ്ങനെയാണല്ലോ, എനിക്ക് എന്നും ഇങ്ങനെയാണല്ലോ സംഭവിക്കണതെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഇത്. ഈ ഒരു കഴിഞ്ഞ ദിവസം എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്ന് സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ശക്തി നിങ്ങൾ തിരിച്ചറിയാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്ത്. ഇതില് ഭയമാണ്. കുറേ കഥകൾ മനസ്സിങ്ങനെ മെനയുന്നുണ്ട്. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അങ്ങനെ ചെയ്തില്ലേ. അത് മനസ്സ് നമ്മളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഓടൊപ്പം കളിക്കാതിരിക്കുക, ചാഞ്ചാടാതിരിക്കുക. അപ്പൊ നിങ്ങൾക്കുള്ള ശക്തി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും അതെല്ലാം അതിജീവിച്ച് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ശക്തി തിരിച്ചറിയണം എന്നാണ് കാണുന്നത്. മാത്രമല്ല ഇതില് നിങ്ങളുടെ ശക്തി ഉപയോഗിക്കാത്തത് കൊണ്ട് നിങ്ങൾ എന്താണ് ചെറിയ ഒരു പരിധിക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവും നിങ്ങളുടെ സാധ്യതകളും കണ്ടെത്താതെ നിങ്ങൾ ചെറിയ ഒരു പരിധിക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്നത് നിങ്ങളുടെ തന്നെ പ്രശ്നമാണ്. പക്ഷെ അത് നിങ്ങൾ ഒരു വിക്റ്റിമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം എന്നാണ് കാണുന്നത്. പിന്നെ ഇതില് ജോയി ആണ് വന്നിട്ടുള്ളത്. അതില് നിങ്ങളുടെ ഒരു ശക്തി ഇന്നത്തെ ദിവസം നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും. ഈ ഒരു വിക്ടിമൈസ്ഡ് ആയിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ ശക്തിയിലേക്ക്, നിങ്ങൾ യഥാർത്ഥത്തിലുള്ള ആ ഒരു ഇതിലേക്ക് നിങ്ങൾ തിരിച്ചറിഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത്. ഇതെവിടെ പോകണം? ആഹാ, കൊള്ളാലോ. ഇങ്ങോട്ട് എല്ലാം തട്ടിയ മതി. നൂമ, കാർഡ് എടുത്തോട്ട് പ്ലീസ്. ഒന്ന് എണീക്കാം പ്ലീസ്. എന്റെ കാർഡിന്റെ മുകളിലാണ് കിടക്കുന്നത്. പാടി ശരി. അപ്പോ ഇതില് നിങ്ങളുടെ ജീവിതം ആഘോഷിക്കാനുള്ള അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള ഒരു സമയമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളാണ് നിങ്ങളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ മറ്റാരിലും കൊടുക്കുന്ന ഒരു കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളത് തിരിച്ചറിഞ്ഞ്
നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു തിരിച്ചറിവ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടല്ലോ. ഞാൻ ചെയ്ത കുറ്റം മാത്രമല്ല, മറ്റുള്ളവർ ചെയ്ത കുറ്റത്തിന് കൂടി നിങ്ങളൊരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഇരിക്കണം. മറ്റുള്ളവർ ചെയ്തത് പോലും നിങ്ങളിലേക്ക് എടുത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് വേണ്ട. ഇന്നത്തെ ദിവസം നിങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കും. കുറെ ആൾക്കാർ സന്തോഷമായിട്ട് ഇനി ഞാൻ സന്തോഷമായിട്ടേ ഇരിക്കുള്ളൂ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഞാൻ സന്തോഷം കണ്ടെത്തും, വേറെ ആർക്കും എന്നെ തകർക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയിൽ ഇരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതില് നമ്മള് സന്തോഷം എന്ന് പറയുന്നത്, സന്തോഷം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. അത് വേറെ ആരും ഉണ്ടാക്കി തരുന്നതല്ല. അപ്പൊ അത് നമ്മളത് സ്വയം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതാണ് എന്നൊരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. അടുത്ത് വന്നിട്ട് റിന്യൂവലാണ്. ഇതില് ഒരു പുതിയ അധ്യായം തുറക്കുന്നു. ഇതൊരു ഡെത്ത് ആൻഡ് റീബർത്തിന്റെ കാർഡാണ്. അപ്പോൾ പഴയ ഒരു എനർജി, അതായത് ഈ വിക്ടിമൈസ്ഡ് മെന്റാലിറ്റി, അത് മാറി നിങ്ങളൊരു റിന്യൂവലിന്റെ ഒരു എനർജിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. എനിക്ക് പഴയ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇനി വേണ്ട, അല്ലെങ്കിൽ പഴയ ഒരു എനർജിയിൽ എനിക്ക് ജീവിക്കണ്ട, എനിക്ക് എൻ്റെ ജീവിതം ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റും, അങ്ങനെ അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത്. ഇതില് സോപ്പ് ചെയ്തിരുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഈ ഒരു സമയത്ത് ഇന്നത്തെ ദിവസം നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടായിരിക്കും, റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഹീലിംഗ് ആയിരിക്കാം, പ്രാർത്ഥനകളായിരിക്കാം, എന്തെങ്കിലും പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നതായിരിക്കാം, കുറെ കാലം കൊണ്ട് നിർത്തി വെച്ചിരുന്ന എന്തെങ്കിലും കാര്യമായിരിക്കട്ടെ. അത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്നതും എന്നാൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വന്ന് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിരുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ വീണ്ടും റിന്യൂ ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതില് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഇതില് നിങ്ങൾക്ക് കൂട്ടിന് ആളുണ്ട്, നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ ആളുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ വളരാനാണ്. ഇത് സിംബോളിക്കായിട്ടൊരു പൂവാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എനർജി ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരാൻ പറ്റും. നിങ്ങളുടെ ചിന്തകളാകുന്ന ആ ഒരു എനർജി ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരാൻ പറ്റും. ഇതിൽ റിക്കവറിയാണ് വന്നിട്ടുള്ളത്. നിങ്ങളെ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ കണ്ടുപിടിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതില് ചില കാര്യങ്ങൾക്കുള്ള പരിഹാരമില്ല എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാർക്ക് അതൊരു കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. നമ്മളുടെ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പം അത് നമ്മൾ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ കുട്ടികളുമായിട്ടുള്ള കാര്യത്തിനായിരിക്കാം. നമ്മളുടെ കുട്ടികൾ ചെയ്യുന്ന മിസ്റ്റേക്കോ, നമ്മളുടെ കുട്ടികൾ ചിലപ്പോൾ അനുസരണക്കേട് കാണിക്കുന്നതോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമുക്ക് തിരുത്തി കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടും അതിൽ നമുക്ക് ഒരു റോളും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ശരിക്കും ഒരു സ്റ്റോപ്പായി പോയിരിക്കുന്ന ആൾക്കാർ ജീവിതം ഇനി മുന്നോട്ട് പോകണ്ട. കാരണം ചിലപ്പോൾ നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് മറ്റുള്ളവരെല്ലാവരും നമ്മളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകൾ നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കാരണം നമ്മളാണ് പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾക്ക് അതിനുള്ള പരിഹാരം കിട്ടുന്നു എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് കൊണ്ടുവരാനുള്ളൊരു പരിഹാരം, അത് അവരെ കൊണ്ടുവരാനുള്ള ഒരു പരിഹാരം നിങ്ങൾക്ക് കിട്ടുന്നു എന്നാണ് കാണുന്നത്. ഇത് ചിലപ്പം ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജോലി തിരിച്ചെടുക്കുന്നതോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശരിയാക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമായിരുന്നത് അതൊന്ന് വീണ്ടും റിന്യൂ ചെയ്യുന്നതോ, നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി വരുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇതില് നിങ്ങൾക്ക് ഹീലിംഗ് ചെയ്യണം എന്നാണ് കേട്ടോ. ഹീലിംഗ് ചെയ്താൽ ശരിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത് കുട്ടികളുടെ കാര്യമായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യമായാലും ഒക്കെ ഹീലിങ്ങിലൂടെ ശരിയാക്കാൻ പറ്റും, റിക്കവർ ആക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊരു താക്കോലാണ്. അപ്പോൾ ഒരു മാർഗം, ഒരു വഴി നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നു എന്നാണ് കാണുന്നത്. ഇത് പറ്റുമെന്നുള്ളവര് നിങ്ങൾ റേക്കി ഹീലിങ്ങോ പ്രാണിക് ഹീലിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഹീലിംഗ് ടെക്നിക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഹീൽ ചെയ്യാം. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാം. സെൽഫ് ഹീലിംഗ് ചെയ്യുന്നത് നമ്മളത് ഒരു സമ്പ്രദായം പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് പഠിച്ചിട്ട് ചെയ്യണം. കുറെ ആൾക്കാർ ഈ റേക്കിയും പ്രാണിക് ഹീലിങ്ങും ഏഞ്ചൽ ഹീലിംഗും ഒക്കെ പഠിച്ചിട്ട് ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. അതിലൂടെ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു. നിങ്ങൾക്ക് ഉറപ്പുണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പിലിരിക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ
കുറെ ആൾക്കാർ ഈ ഹീലിംഗ് വീണ്ടും ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കൊരു കോൺഫിഡൻസോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് പറ്റും, ഈ ഒരു കാര്യം ഹീൽ ചെയ്ത് മാറ്റാൻ എനിക്ക് പറ്റും. അത് ചിലപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇത് ഹീൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഹീലിംഗ് ടെക്നിക്സ് പഠിച്ച ആൾക്കാരാണെങ്കിൽ ഒന്നെന്നത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് ഹീൽ ചെയ്യുക. ഇതൊന്നും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ തന്നെ ഒരു ദൈവിക ചൈതന്യമുണ്ട്, നമുക്ക് തന്നെ ഒരു ഹീലിംഗ് പവറുണ്ട്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അത് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ ആ ഒരു ശക്തി നമ്മളിലേക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അത് ചിലപ്പോൾ അത് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ ഒരു പവറായിരിക്കും നമ്മളിലേക്ക് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് നമ്മളൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും, ഇങ്ങനൊരു കാര്യം ചെയ്താൽ ഈ ഒരു കാര്യം സുഖപ്പെടും, അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഭേദമാക്കാൻ എനിക്ക് പറ്റും എന്നുള്ളൊരു ചിന്ത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് എപ്പോഴാണ് എങ്ങനെയാണ് എന്ന് അത് നിങ്ങൾക്ക് തന്നെ ഒരു ഗൈഡൻസ് കിട്ടും. അത് ഇത് ചിലപ്പോൾ ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് അത് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും കേട്ടോ. നിങ്ങൾ കുറേ കാലം കൊണ്ട് സ്ഥിരം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഗൈഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടും എന്നാണ് കാണുന്നത്. ഒരു താക്കോല് കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾക്കൊരു കാര്യത്തിൻ്റെ ഒരു ഇത് തുറക്കാൻ പറ്റും. നിങ്ങൾ ഇത്രയും കാലം അടഞ്ഞിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പറ്റില്ല എന്ന് വിചാരിച്ച ഒരു കാര്യത്തിൻ്റെ ഇത് നിങ്ങൾക്ക് തുറക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. പിന്നെ ട്രിക്കറിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ ചില ആൾക്കാർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ, ഇപ്പോൾ ഒരു 2 ഫേസുള്ള ആൾക്കാർ, ഒരു മാസ്ക് വെച്ച് പെരുമാറുന്ന ആൾക്കാർ നിങ്ങളുടെ മുന്നിൽ വളരെ നല്ലതായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് അത്ര നല്ലതായിരിക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ആരാണ് നിങ്ങളോട് അങ്ങനെ കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങൾ ഇന്നത്തെ ദിവസം ചിലപ്പോൾ അങ്ങനെ ഒന്നും പെരുമാറാൻ നിങ്ങൾ പെരുമാറേണ്ടതായിട്ടുള്ളൊരു സംഗതി ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഒരുപാട് ദേഷ്യവും സങ്കടവും ഫ്രസ്ട്രേഷനും ഒക്കെ ഉണ്ടെങ്കിലും ചില ആൾക്കാരോട് വളരെ സൗമ്യമായിട്ട് ഈ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളിൽ തന്നെ വെച്ച് ഒരു നല്ല മുഖത്തോടു കൂടി നിങ്ങൾക്ക് പെരുമാറേണ്ട ഒരു അവസ്ഥയും ഉണ്ടാകും. അത് രണ്ടുമുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ കൂടുതലൊന്ന് ശ്രദ്ധിക്കുക. കുറച്ച് ഇപ്പോൾ ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ട്രിക്കറി ഉപയോഗിക്കുന്നത് നല്ലതാണ്. കാരണം ചില പ്രശ്നങ്ങൾ അവിടെ മാറിപ്പോകും. നമ്മളൊന്ന് ട്രിക്ക് ഉപയോഗിച്ചാൽ ചില പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. അപ്പം അതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യണം എന്നാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങളും ഒരുപോലെയാണ് എന്ന് ചിന്തിക്കരുത്. ഒരേപോലെ നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത്. ചില കാര്യങ്ങൾ ചിലപ്പോൾ ഹൈഡ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ടാവും. അത് ഹൈഡ് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എല്ലാ ഇമോഷനും നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ചില ഇമോഷൻസ് നമ്മൾ ഉള്ളിൽ വെക്കേണ്ടി വരും. എന്നിട്ട് നല്ല ചിരിച്ച മുഖത്തോടു കൂടി പല ആൾക്കാരോട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സംസാരിക്കേണ്ടി വരും. പിന്നെ ഒരു ഓപ്പോസിറ്റ് സൈഡാണ് കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ വളരെ സ്നേഹത്തിൽ പെരുമാറുന്ന ആൾക്കാരുടെ യഥാർത്ഥ മുഖം എന്താണെന്നുള്ള ഡൗട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും എന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇംപേഷ്യൻസ് ആണ് ഇതില്. നിങ്ങൾ കുറേ കാലം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ ഇതിൽ അതിൻ്റെ അടുത്തെത്തി എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അത് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് അത് എത്തണമെന്നില്ല. അപ്പം അതുകൊണ്ട് ചിലപ്പം കുറച്ച് ക്ഷമ നശിച്ചു പോയ ആൾക്കാരുടെ എനർജിയാണ്, ഇനി ഞാൻ എന്തുകൊണ്ട് ഇത്രയും എഫേർട്ട് എടുത്തിട്ടും അത് എനിക്ക് കിട്ടുന്നില്ലല്ലോ. ചിലപ്പോൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതിയിട്ടും അത് കിട്ടുന്നില്ലല്ലോ. അല്ലെങ്കിൽ നല്ലപോലെ പെർഫോം ചെയ്തൊരു ഇൻ്റർവ്യൂ ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടും അത് റിസൾട്ട് വരുമ്പോൾ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിൽ അങ്ങനെ വിചാരിച്ചിട്ട് അത് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ക്ഷമ നശിക്കേണ്ട. അത് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങൾക്കത് കിട്ടും. ഇതിനേക്കാളും നല്ല ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾക്ക് കിട്ടും. ചില കാര്യങ്ങളിൽ നമ്മൾ പ്രകൃതിയുടെ ഒരു സമയമുണ്ട്, ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ സമയത്തായിരിക്കും അത് സംഭവിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇതിൽ ഇമ്പാർഷ്യാലിറ്റിയാണ് വന്നിട്ടുള്ളത്. ഇതിൽ 2 കാര്യങ്ങളെ ഒരേപോലെ ബാലൻസ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇന്നത്തെ ദിവസം. അത് നമ്മളുടെ മനസ്സും നമ്മളുടെ ഹൃദയവും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ രണ്ട് സിറ്റുവേഷൻ, 2 വ്യക്തികളായിരിക്കാം, 2 സാഹചര്യങ്ങളായിരിക്കാം. ഇതിനെ രണ്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകണം. എന്ത് ചെയ്യും എന്ന് അറിഞ്ഞുകൂടാതിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇമോഷനെ മാത്രം നമ്മൾ കണക്കിലെടുക്കാതെ നമ്മൾ
നമ്മളുടെ ബുദ്ധിയും കൂടെ വെച്ചിട്ട് വേണം ഇന്നത്തെ കാര്യം നിങ്ങൾ തീരുമാനിക്കാൻ. അല്ലാതെ ഇമോഷൻ കൊണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കരുത്. പിന്നെ നമ്മളുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകും. കാരണം ജീവിതം റിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്, റിന്യൂവലാണ്. അത് വീണ്ടും വീണ്ടും പുതുക്കി പണിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഓരോ കാര്യങ്ങളും. അപ്പൊ സത്യത്തെ സത്യമായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക. ക്ഷമ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ ജീവിതത്തിൽ വേണം. അത് നിഷ്പക്ഷതയിൽ നിൽക്കണം എന്നുള്ളതാണ്. ക്ഷമ വേണം. നമുക്ക് ക്ഷമ വിട്ടിട്ട് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. പിന്നെ സറണ്ടർ ചെയ്ത് കൊടുക്കാൻ പറ്റണം. അത് ദൈവം എന്താണോ ചിന്തിക്കുന്നത് ആ സമയത്ത് അതുപോലെ നടക്കട്ടെ. അങ്ങനെ ഒരു സറണ്ടറിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഒരു ഇതാണെന്നാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമാണ് ഈ ഒരു സമയത്ത് എന്നാണ് കാണുന്നത്. അപ്പൊ അതും കൂടി നിങ്ങൾ ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ഇതിലുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ഒരു കാർഡ് നീട്ടുന്നത്? മെന്റിങ് ആണ്. ഇന്ന് ആരോ ഒരാൾ നിങ്ങളെ ഒരു മെന്ററായിട്ട് വരുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് നിങ്ങളുടെ സോളായിരിക്കും കേട്ടോ. അത് നിങ്ങൾ ഈ ഡിവൈനുമായിട്ട് കൂടുതൽ അടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാനും വസ്തുതകൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തരാനും ഒരാള് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് കാണുന്നത്. ചിലപ്പോൾ അത് നിങ്ങൾ തന്നെ ആയിരിക്കും, നിങ്ങളുടെ സോള് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൂടുതൽ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഇരിക്കാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. പിന്നെ ബിറ്റ്വീൻ വേൾഡ്സ് ആണ്. അപ്പൊ ഇത് രണ്ട് സിറ്റുവേഷന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഈ ഒരു ഫ്ലമിംഗോ ഇതിന്റെ പകുതി ഈ പകുതി പോർഷൻ വേറൊരു ഇതിലാണ്. നിങ്ങളുടെ ഒരു പകുതി പുതിയൊരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഒരു ട്രാൻസിഷന്റെ എനർജിയാണ് കേട്ടോ, ഒരു ചേഞ്ചാണ് ഈ ഒരു സമയം നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത്. ഇതില് പകുതി മാത്രമാണ് ഒരു ഷാഡോ ഉള്ളത്. ബാക്കി പുതിയൊരു ലോകത്തേക്ക് നിങ്ങൾ കടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. പുതിയ അവസരങ്ങൾ, പുതിയ പ്രതീക്ഷ, പുതിയ ചിന്തകൾ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഇത് നിങ്ങളുടെ ഷാഡോ കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇനി ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ കുറച്ച് കാര്യം മാത്രമാണ് നിങ്ങൾ ഈ പുതിയൊരു സാഹചര്യത്തിലേക്ക് എത്താനുള്ളത്. ബാക്കിയെല്ലാം എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് അതിന് വേണ്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ആത്മാഭിമാനം, നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇതില് നിങ്ങൾക്ക് ഇതിലൊരു ചിത്രശലഭമുണ്ട്. അപ്പൊ നിങ്ങളൊരു എന്താണ് രൂപാന്തരം പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോ. അപ്പോൾ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് ആ ഒരു ട്രാൻസിഷന്റെ എനർജിയാണ്. പഴയ ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുതിയ ഒരു ഇതിലേക്ക് വളരെ സന്തോഷമുള്ള, സമാധാനമുള്ള, സമൃദ്ധമായ ഒരു എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് കാണുന്നത് ഇതിനകത്ത്. ഇതില് എന്നാൽ നിങ്ങൾ പുതിയ അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. പഴയതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നു കഴിഞ്ഞു, പുതിയതിലേക്ക് പൂർണ്ണമായിട്ട് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത്. അതാണ് ബിറ്റ്വീൻ വേൾഡ്സ് ആണ്. രണ്ട് ലോകത്തിന്റെ ഇടയിലാണ് നിങ്ങൾ. അപ്പൊ പഴയതിലുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പുതിയതിലേക്ക് എത്തിയോന്ന് വെച്ചാൽ എത്തി, അതാണ്. അപ്പം എന്നാൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുമില്ല. അപ്പോൾ പഴയ വാതിലുകളൊക്കെ അടഞ്ഞ് പുതിയ വാതിൽ തുറക്കുകയാണ്. അപ്പൊ അതിലൂടെ ആ ഒരു പഴയ വാതിൽ അടഞ്ഞിട്ട് പുതിയ വാതിലോട്ട് പോണ ഒരു പാലത്തിലാണ് നിങ്ങൾ. അപ്പൊ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള കാര്യങ്ങൾ പലതും പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ഉടനെ തന്നെ അത് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാണുന്നത്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് പഴയ റിലേഷൻഷിപ്പിന്റെ പെയിൻ വിട്ടു പോകുന്നതായിരിക്കാം. പിന്നെ ഈ ബന്ധം തന്നെ പുതിയൊരു ഘട്ടത്തിലേക്ക് പോകുന്നതായിരിക്കാം. അല്ലെങ്കിൽ ജോലിയോ ബിസിനസ്സോ അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് തുടങ്ങിയത് പുതിയ ഒരു ഇതിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ പഴയ കാര്യങ്ങൾ കുറച്ച് നിങ്ങൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അത് എന്തുമാകാം. അപ്പൊ അത് മാറ്റം വരുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായും മാറ്റം വന്നിട്ടില്ല. അപ്പൊ അത് മാറ്റം വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കണം. പെട്ടെന്നല്ല, മാറ്റം വന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ഇന്നത്തെ ദിവസം ഡിവൈൻ പറയുന്നത്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട്, സന്തോഷമായിട്ട്, സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.